അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നല്പം പാചകവും പുറലോകത്തുള്ള കുറച്ച് പണികളും ഒക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാം. സ്കൂളില്ലാത്ത ദിവസം കുറച്ച് വൈകിട്ടാണ് ഞാനെല്ലാം ചെയ്യുക. അന്ന് കുറച്ച് നേരം കൂടുതൽ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്ന് ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വൈകി. എന്നാലും കുഴപ്പമില്ല, ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ചെയ്യുന്ന പണിയാണ്, കോഴികളെ ഞാൻ പുറത്ത് വിടും. കുറച്ച് കൂടുതൽ കോഴികളുണ്ട് എനിക്ക്. പത്ത് 22 കോഴികൾ ഉണ്ട്. ഒക്കെ നാടൻ കോഴികളാണ്. ഞാൻ അട വെച്ച് വിരിയിച്ചുണ്ടാക്കിയ കുട്ടികളാണ്. ആദ്യം കൂട്ടിൽ തന്നെ ഇട്ടിട്ടായിരുന്നു ഞാൻ വളർത്തിയിരുന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഈ ഭാഗം ഫുള്ള് കവർ ചെയ്ത് ഉള്ള സംഗതികളൊക്കെ നെറ്റും ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലെ അവിടെ അവർക്ക് മാത്രമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വിടാൻ തുടങ്ങി. ഇപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ആ ഭാഗത്തെ മുറ്റത്ത് പച്ചക്കറി ഒന്നുമില്ല, മുറ്റല്ല പറമ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവർക്കായിട്ട് കൊടുത്തു. ഇത് നമ്മുടെ ആളല്ല, അടുത്ത വീട്ടിലുള്ളതാണ്. ഇവനാണ് നമ്മുടെ താരം. ഇവരിപ്പോൾ 5 പേര് മുട്ടയിടാൻ റെഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മുട്ട പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇറച്ചിയും അപൂർവമായിട്ട് വാങ്ങിക്കാറുള്ളൂ. ഓരോ സെക്ഷനായിട്ട് ഞാൻ പൊരുത്തം വെച്ച് കുട്ടികളുണ്ടാക്കുന്ന കാരണം ഇറച്ചിയും മുട്ടയും സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഇവർക്ക് ഭക്ഷണം, നമ്മൾ ചോറ് ഐറ്റംസൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് വെറുതെ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ചില സമയങ്ങളിലൊക്കെ ഞാൻ ആര്യവേപ്പ് അരച്ചിട്ടും അതിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. വൈറ്റമിൻസിന് വേണ്ടി ഞാൻ ഇവർക്ക് വിമറാളാണ് കൊടുക്കാറുള്ളത്. വെള്ളത്തിൽ ഉറ്റിച്ച് കൊടുക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ മുട്ടയുടെ ക്വാളിറ്റിയൊക്കെ കൂടും. അങ്ങനെ കോഴികളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ഇലപ്പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് അരിപ്പൊടി എടുത്ത് ചുടുവെള്ളത്തിൽ നന്നായി വാട്ടി നമ്മൾ അതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് നന്നാക്കി ഉരുളയാക്കി വെക്കുക. ശേഷം ഇതുപോലെ ഇല പൊട്ടിച്ചെടുത്ത് നമ്മൾ നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഉണ്ടാക്കി വെച്ച ഉരുള അല്പം വെളിച്ചെണ്ണ തടവി നമ്മൾ ഇതിലിട്ട് നന്നായി പരത്തിയെടുക്കുക. കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ ഇലയുടെ ഷേപ്പിലാക്കി എടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. എന്നിട്ട് ഈ ഇല അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് നന്നായി നമുക്ക് വേവിച്ചെടുക്കാം. ഇലപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇറച്ചിക്കറിയോ മറ്റോ ചേർത്ത് കഴിക്കാം. സമയമൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഇടയ്ക്ക് ജ്യൂസോ നല്ല തണുത്ത വെള്ളമൊക്കെ കിട്ടണം. അതുകൊണ്ട് തന്നെ ഇന്ന് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ലെമൺ ജ്യൂസൊക്കെ കഴിച്ചു. ഇനിയുള്ള പണികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലൊക്കെ ഏർപ്പെട്ട് ഡ്രസ്സുകളൊക്കെ മടക്കി കബോർഡിനുള്ളിലേക്ക് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്.
ചവിട്ടികളൊക്കെ ഇതുപോലെ അലക്കി വെക്കും. എന്നിട്ട് ഓരോന്ന് നമ്മൾ എടുക്കുള്ളൂ. ഇത് ചില ഭാഗത്തേക്കുള്ള ചെറിയ ചവിട്ടികളാണ്. ഇനി എനിക്ക് 2 പില്ലോ കവർ തയ്ക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് പണിയുണ്ട്. അങ്ങനെ തലയണ കവറൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡിൽ വിരിച്ചിടണം. മാഷാ അല്ലാഹ്, വിരിച്ചിട്ടപ്പോൾ നല്ല ഭംഗി തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഒരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കണം. ഇന്ന് വൈകുന്നേരം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള വാശിയിലാണ്. അപ്പം 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് കാബേജ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ശേഷം ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ശേഷം നമുക്കിതുപോലെ ഉള്ളിയുടെ കുറച്ച് റൗണ്ട്സുകൾ വേണം. കുറച്ച് കട്ടിയിൽ നമ്മൾ അതിനെ വെട്ടിയെടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പാനിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ച കൂട്ട് ഈ റൗണ്ട്സിനുള്ളിലേക്ക് ഇട്ട് നിറച്ച് കൊടുക്കാം. ഇന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചത്. കാബേജ് ഫ്രിട്ടേഴ്സ്, അതിലേക്ക് നമ്മൾ മയോണൈസ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ സിമ്പിളായൊരു സ്നാക്കാണ്. അപ്പോൾ ഉച്ച സമയമായി കഴിഞ്ഞു. ഇനി കുളിക്കണം. ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.